കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 45 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പ് മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിൽ ആയിരുന്നു. അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മറ്റേ 2 വായനകൾ നമുക്ക് തരുന്ന ഒരു സന്ദേശം നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണരാകണം എന്നുള്ള ആ ഒരു കാര്യമാണ്. അതിനാവശ്യമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ ആത്മീയ ഭോജ്യത്തിൽ കണ്ട ഒരു കാര്യം, എല്ലാ എപ്പിസോഡും ഒരുപോലെയല്ല ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ചിലത് ഒത്തിരി പേര് സ്വീകരിച്ചു. എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ പേടിപ്പിക്കുന്ന കാര്യമായിരിക്കണം, അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള കാര്യമായിരിക്കണം. ഈ 2 ടോപ്പിക്ക് വന്നാൽ ഇഷ്ടം പോലെ ആൾക്കാർ അതിന് താല്പര്യം കാണിക്കുന്നത് കാണാൻ പറ്റും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കാൻ പഠിക്കണമെന്നാണ് ഇന്നത്തെ 2 വായനകളും നമ്മളെ ഓർമ്മിപ്പിക്കുക. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. കാരണം ഭയപ്പെടുന്നവർ പരിപൂർണരാകാത്തവരാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പരിപൂർണതയിലേക്കാണ്. മത്തായി 5:48 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ ആ പിതാവിൻ്റെ മക്കളായി നിങ്ങളും പരിപൂർണരാകാൻ ആഗ്രഹിക്കണം. നമുക്ക് 2 രീതിയിൽ കൽപ്പനകൾ പാലിക്കാൻ പറ്റും. ഒന്ന്, നരകത്തിൽ പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ട്. മിക്കവാറുമൊക്കെ അതാ. ഞാൻ പാപം ചെയ്താൽ നരകത്തിൽ പോയി ആ തീക്കകത്ത് കിടക്കേണ്ടി വരുമല്ലോ, അത് പേടിച്ചിട്ട്. മറ്റൊന്നുണ്ട്, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും. ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് അത് ഭാരമായി തോന്നത്തില്ല. സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന സമയം ഭാരമായിട്ട് തോന്നത്തില്ല. സ്നേഹമാണ് നമ്മെ ബലിയർപ്പണത്തിലേക്ക് നയിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ആ ബലിയർപ്പണത്തിന് ഇച്ചിരി ത്യാഗമെടുക്കുന്നതോ കഷ്ടപ്പെടുന്നതോ വില കൊടുക്കുന്നതോ ഒരിക്കലും ഭാരമായിട്ട് തോന്നത്തില്ല. സ്നേഹമില്ലാതെ വരുമ്പോഴാണ് പലതും നമുക്ക് ഭാരമായി മാറുന്നത് എന്നത് വചനം നമ്മെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ 2 വായനകളും ചേർത്ത് ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, എന്താണ് സ്നേഹം? ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. പിതാവ് കാണിച്ച സ്നേഹം പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ രക്ഷ ഉറപ്പാക്കിയ പിതാവായ ദൈവം കാണിച്ചതാണ് സ്നേഹം. അതിന് പിതാവെടുത്ത ത്യാഗമില്ലാത്തടത്ത് സ്നേഹമൊന്നുമില്ല. ഒരല്പം ത്യാഗം പോലും എടുക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ, എന്നിട്ട് ഞാൻ വലിയ സ്നേഹമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വാക്കുകളിൽ അത് ഒതുങ്ങിപ്പോകും, യഥാർത്ഥത്തിൽ അതാകത്തില്ല. കാരണം അത്ര ക്ലിയറായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നൊരു കാര്യം. സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നു, സ്നേഹമുണ്ടായിരുന്ന യേശു ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്തൊരു കാര്യം, നേരെ മലമുകളിലേക്ക് കയറി ദീർഘനേരം അവിടെ പ്രാർത്ഥിച്ചിരുന്ന യേശുവിനെ കാണാൻ പറ്റും. അപ്പോഴാണ് ഒരു കാര്യം അവന് മനസ്സിലായി. യേശു വഞ്ചിയിലില്ലാത്തതുകൊണ്ട്
അവർ പ്രതികൂല സാഹചര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. മറ്റുള്ളവരുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ആവശ്യങ്ങൾ മണത്തറിഞ്ഞ് അവരിലേക്ക് ചെന്ന് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? അവരാണ് സ്നേഹമുള്ളവർ. വാക്കിൽ സംസാരത്തിലല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും എല്ലാം ഒരുപോലെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട് എന്താണ് സ്നേഹം, അത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം, ആരാണ് സ്നേഹിക്കുന്നത്? അത് ഇന്നത്തെ വായനകൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അറിയാത്തവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല. വേണേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അനുഭവിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രവൃത്തിയിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഈ ദൈവത്തെ അറിഞ്ഞവർക്ക് സ്നേഹിക്കാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ വലിയ സഹനങ്ങൾ, ക്ലേശങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ പലരിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. നീ ഇക്കാര്യത്തിലൊന്ന് തയ്യാറായാൽ മതി, നിനക്കിനി മുമ്പോട്ട് സുഖജീവിതമായിരിക്കും. എത്രയോ വിശുദ്ധ അഗത, വിശുദ്ധ ലൂസി, ഇങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. പക്ഷെ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പാപസുഖത്തിന് എന്നെ വിട്ടു തന്നിട്ട് എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തെ അറിഞ്ഞപ്പോൾ സ്നേഹിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടായവരാണ് ആ വിശുദ്ധരൊക്കെ. ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ, അതിൻ്റെ സൂചന ദൈവത്തെ അറിയില്ല. ദൈവത്തെ അറിയണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ദൈവവചനം വായിക്കാനും ആ വചനം കേൾക്കാനും അത് ധ്യാനിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ അതിലൂടെ ദൈവത്തെ അറിയാൻ പറ്റും. അറിഞ്ഞവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്, സ്നേഹത്തിൻ്റെ സൽഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യം, അതെല്ലാ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. യോഹന്നാൻ 15 ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊന്തയും മെന്തിങ്ങും ഒക്കെ ധരിച്ച് പടവും അല്ലെങ്കിൽ ബൈബിളും കൈപ്പിടിച്ച് നടന്നാൽ ക്രിസ്ത്യാനിയാവുമോ? അതല്ല. വചനം പറയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം മാറും. ഇതിനൊരു താല്പര്യം നമ്മൾ കാണിക്കണം, അതിനൊരു പരിശ്രമം നമ്മൾ എടുക്കണം, അതിനല്പം ത്യാഗമെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായി മാറുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കും. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിന് 13 വചനങ്ങളേ ഉള്ളൂ. ആ വചനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുക. സ്നേഹിക്കാത്തവൻ വെറും വട്ടപൂജ്യം കർത്താവിൻ്റെ കണ്ണുകളിൽ. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി പരസ്പരം സ്നേഹിക്കുന്നത്, അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ പറയേണ്ടത് നീ ക്രിസ്ത്യാനിയാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ടൊന്നുമല്ല, പേര് കേട്ടിട്ടൊന്നുമല്ല മറ്റുള്ളവർ പറയേണ്ടത്, നമ്മൾ സ്നേഹിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹമെന്താണെന്ന് മനസ്സിലാക്കി ആ സ്നേഹത്തിലൂടെ ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. ഈ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കുന്നതിലൂടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ നമ്മെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.